ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും മഴ തോരുന്നു മുമ്പ് എന്ന സീരിയലിൻ്റെ പുതിയൊരു എപ്പിസോഡിലോട്ട് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ എപ്പിസോഡ് തുടങ്ങുന്ന നമ്മുടെ ബാലചന്ദ്രൻ ബബിതയായിട്ട് സംസാരിച്ചുകൊണ്ട് നിൽക്കുകയാണ്. അപ്പോൾ അലീനെ വിളിച്ച സമയത്ത് ബബിതയാണ് കയറി വന്നത്. അപ്പോൾ ബാലചന്ദ്രൻ അവളെ വഴക്ക് പറഞ്ഞുകൊണ്ട് നിൽക്കുകയാണ്. അപ്പോൾ അവൾ ഇങ്ങോട്ട് കയറി വരാൻ പോയതുകൊണ്ടാണ് ഞാൻ ഇങ്ങോട്ട് വന്നത്, ഞങ്ങൾക്ക് അച്ഛൻ്റെ കാര്യങ്ങളൊക്കെ അന്വേഷിക്കണ്ടേ എന്ന് ബബിത ചോദിക്കുകയാണ്. അവളോ, നിന്നെക്കാട്ടി 4-5 വയസ്സ് മൂത്തതല്ലേ, അങ്ങനെയാണോ വിളിക്കേണ്ടതെന്നൊക്കെ ചോദിക്കുകയാണ്. ഇനി ചേച്ചി എന്നേ അവളെ വിളിക്കാവുള്ളൂ എന്ന് ബാലചന്ദ്രൻ പറയുകയാണ്. എന്താണ് വിളിക്കേണ്ടതെന്ന് ചോദിക്കുകയാണ്. അത് ചേച്ചി എന്നല്ല, ഫുള്ളായിട്ട് പറയണം. അപ്പോൾ അലീന ചേച്ചി എന്ന് ബബിത പറയുകയാണ്. അങ്ങനെയാണ് വിളിക്കാൻ, മറിച്ച് വിളിക്കുന്നത് ഞാൻ കേൾക്കാൻ ഇടവരരുതെന്ന് ബാലചന്ദ്രൻ പറയുകയാണ്. അപ്പോൾ ഇതൊക്കെ കേട്ട് ബബിത കരഞ്ഞുകൊണ്ട് നിൽക്കുകയാണ്. അപ്പോൾ നീ എന്തിനാണ് കരയുന്നത്? ഞാൻ കരയാൻ വേണ്ടി ഒന്നും പറഞ്ഞില്ലല്ലോ എന്ന് പറയുകയാണ്. പിന്നെ നിൻ്റെ അമ്മയുടെ തുള്ളൽ കേട്ടുകൊണ്ട് ഇവിടെ വന്ന് തുള്ളേണ്ട ഒരാവശ്യമില്ല കേട്ടോ. നീ നിൻ്റെ അമ്മയെ കണ്ട് പഠിക്കരുത്, എല്ലാം നല്ല കാര്യങ്ങൾ മാത്രമേ പഠിക്കാവൂന്ന് ബാലചന്ദ്രൻ ഉപദേശിക്കുകയാണ്. നീ പൊക്കിയെന്ന് പറയുകയാണ്. എന്തെങ്കിലും പോയി പഠിക്കുക, പിന്നെ നിൻ്റെ അമ്മയുടെ ഗുണവികാരം പഠിക്കരുത് കേട്ടോ, പാഠപുസ്തകത്തിലുള്ള മാത്രമേ പഠിക്കാവൂ എന്ന് ബാലചന്ദ്രൻ ഉപദേശിച്ച് വിടുകയാണ്. എന്നിട്ട് സ്റ്റെപ്പ് ഇറങ്ങി ദേഷ്യത്തിൽ വരികയായിരിക്കും. അപ്പോൾ അവിടെ അലീന നിൽപ്പുണ്ടായിരിക്കും. എന്നിട്ട് അലീനയുടെ ദേഷ്യത്തിൽ മുഖം തിരിച്ച് ബബിത അകത്തോട്ട് കയറി പോവുകയാണ്. എന്നിട്ട് ബാലചന്ദ്രൻ വീണ്ടും കോളിംഗ് ബെല്ല് അടിച്ചുകൊണ്ടേ ഇരിക്കുകയാണ്. ആ സമയം അലീന കയറി റൂമിലോട്ട് വരികയാണ്. അപ്പോൾ സാറ് വിളിച്ചായിരുന്നോ എന്ന് ചോദിക്കുകയാണ്. അപ്പോൾ ബാലചന്ദ്രൻ വളരെ ദേഷ്യത്തിൽ നിൽക്കുകയായിരിക്കും. അത് ഞാൻ എത്ര പ്രാവശ്യം വിളിച്ചു, നിന്നെയല്ലേ ഞാൻ വിളിച്ചത്, പിന്നെ എന്തിനാണ് ബബിത കയറി വന്നത്? അത് അവൾ എന്നെ അവിടെ തടഞ്ഞായിരുന്നു, അവളെ കയറി വരാമെന്ന് പറഞ്ഞു, അതാണ് ഞാൻ പിന്നെ വരാത്തതെന്ന് അലീന പറയുകയാണ്. സാർ എന്തിനാണ് വിളിച്ചത്? അത് എനിക്ക് കൊഴുക്കട്ട് തിന്നാൻ ഒരാഗ്രഹം, അത് ഉണ്ടാക്കി തരാൻ വേണ്ടിയിട്ടാണ് ഞാൻ നിന്നെ വിളിച്ചതെന്ന് പറയുകയാണ്. കൊഴുക്കട്ട് ഈ സമയത്ത്? അതെന്താ ഈ സമയത്ത് കഴിച്ചൂടെ? എനിക്കൊരു 5 കൊഴുക്കട്ടെങ്കിലും വേണം, എനിക്കിന്ന് വയറ് നിറച്ചും കഴിക്കണമെന്നൊക്കെ ബാലചന്ദ്രൻ പറയുകയാണ്. എനിക്ക് ഇനി ഒന്നും വേണ്ട, ഇന്ന് കൊഴുക്കട്ട മാത്രം മതിയെന്ന് ബാലചന്ദ്രൻ പറയുകയാണ്. അപ്പോൾ അലീന പറയുകയാണ്, അവിടെ അനാഥാലയത്തെ നമ്മുടെ രേവതിക്കുട്ടിക്കും കൊഴുക്കട്ട വലിയ ഇഷ്ടമാണെന്ന് പറയുകയാണ്. ആ രേവതിക്കുട്ടി നല്ല പേരാണല്ലോ, രേവതിക്കുട്ടി ഞാൻ കണ്ടിട്ടുണ്ടോ എന്ന് ചോദിക്കുകയാണ് അനാഥാലയത്തിൽ. ഇല്ല, അപ്പോൾ കണ്ടിട്ടില്ല. പിന്നെ ഹോസ്പിറ്റലിൽ ഞാൻ കിടന്ന സമയത്ത് രേവതിക്കുട്ടി വന്നിട്ടുണ്ടായിരുന്നു, അന്ന് സാറില്ലായിരുന്നല്ലോ എന്ന് അലീന പറയുകയാണ്. അപ്പോൾ നിങ്ങളുടെ ഈ അനാഥാലയത്തിലുള്ള കുട്ടികൾക്കൊന്നും ഇനിഷ്യലില്ല, എല്ലാവരും രേവതിക്കുട്ടി, അലീന, പിന്നെ ചിന്നു അങ്ങനെയൊക്കെ ആണല്ലോ, വേറെ ഇനിഷ്യലൊന്നും ഇല്ലേ എന്ന് ചോദിക്കുകയാണ്. അപ്പോൾ എൻ്റെ പേര് അലീന ബ്രിജിത എന്നാണ്, അപ്പോൾ നമ്മുടെ മാഡത്തിൻ്റെ പേരും കൂടി വെച്ചാണ് എൻ്റെ സ്കൂൾ സർട്ടിഫിക്കറ്റിലൊക്കെ കൊടുത്തിരിക്കുന്നതെന്ന് അലീന പറയുകയാണ്. അപ്പോൾ അലീനയ്ക്ക് ഞാൻ ഒരു പേര് കണ്ടുപിടിച്ചു, അലീന സ്റ്റാൻലി ചോദിക്കുകയാണ്. അപ്പോൾ അത് ബാലചന്ദ്രൻ ഇത് ചോദിക്കുന്നത് എന്തിനെന്ന് വെച്ചാൽ വൈജയന്തിയുടെ കാമുകൻ്റെ പേരാണ് സ്റ്റാൻലി. അപ്പോൾ സ്റ്റാൻലിയെ കുറിച്ച് എന്തെങ്കിലും അലീനയ്ക്ക് അറിയാമോ എന്നറിയാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ഒരു പേര് ബാലചന്ദ്രൻ എടുത്തിട്ട്. പക്ഷേ അതിനെക്കുറിച്ചൊന്നും അലീന ചിന്തിക്കുന്നതല്ലോ, അലീനയ്ക്ക് അറിയത്തുമില്ല. അലീന സ്റ്റാൻലി കൊള്ളാമല്ലോ സാർ, നല്ല പേരാണല്ലോ എന്ന് പറയുകയാണ്. പിന്നെ അലീന ബാലചന്ദ്രൻ കൊള്ളാമോ എന്ന് ചോദിക്കുകയാണ്. അലീന ബാലചന്ദ്രനും കൊള്ളാം കേട്ടോ, എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു എന്ന് പറയണം. എങ്കിൽ പിന്നെ എന്നെ അച്ഛാന്ന് വിളിക്കേണ്ടി വരും. അതാണ് ഇവിടെ ബബിതയും കൃഷ്ണമോളൊക്കെ അച്ഛാന്ന് വിളിക്കും, എനിക്കും കൊതിയാവാറുണ്ട് വിളിക്കാനായിട്ട്. പിന്നെ എനിക്ക് അതിനുള്ള യോഗ്യതയൊന്നും ഇല്ലല്ലോ, ഞാൻ ഇവിടുത്തെ വീട്ടുജോലിക്കാരി അല്ലേ എന്നൊക്കെ അലീന പറയുകയാണ്. അതൊന്നും കുഴപ്പമില്ല, നിനക്ക് എന്നെ അച്ഛാന്ന് വിളിക്കാൻ ആഗ്രഹം ഉണ്ടെങ്കിൽ നീ അച്ഛാന്ന് വിളിച്ചു എന്ന് അലീനയോട് ബാലചന്ദ്രൻ പറയുകയാണ്. എന്നിട്ട് അലീന പുറത്തോട്ട് ഇറങ്ങി പോവുകയാണ്. അപ്പോൾ എന്നിട്ട് അവിടെ കഥവിൻ്റെ അവിടെ നിന്ന് ഇങ്ങനെ ആലോചിച്ചുകൊണ്ട് നിൽക്കുകയാണ് അലീന ബാലചന്ദ്രൻ അച്ഛൻ. അപ്പോൾ അങ്ങനെയൊക്കെ വിളിക്കാനുള്ളൊരു ഭാഗ്യം എനിക്കുണ്ടോ എന്നുള്ള രീതിയിൽ അലീന അങ്ങനെ അവിടെ സന്തോഷമായിട്ട് നിൽക്കുകയാണ്. ഇത് കഴിഞ്ഞ് കമലയാണ് കാണിക്കുന്നത്. കമല കാർ ഡ്രൈവ് ചെയ്ത് എങ്ങോട്ടോ പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ കാറിൽ വെച്ച് നമ്മുടെ വൈജയന്തി വിളിക്കുകയാണ്. അപ്പോൾ വൈജയന്തി നേരെ വീട്ടിൽ വന്ന് കയറിയിട്ടേ ഉള്ളൂ. അപ്പോൾ ആ ഫോൺ എടുക്കുകയാണ്, ആ കമലയിട്ടെത്തി എന്നൊക്കെ പറയുകയാണ്. വൈജയന്തി ഹോവനേഴ്സിനെ കൊണ്ടുപോയതിന് ശേഷം ഇതുവരെ എന്നെ വിളിച്ചില്ലല്ലോ, ആ ഏജൻസി ഉള്ളവർ എന്നെ ഇനി വിളിച്ച് പറയാനൊന്നുമില്ല എന്നൊക്കെ പറയുകയാണ്. നീ പൈസ വല്ലതും അടച്ചായിരുന്നോ എന്ന് ചോദിക്കുക. അതേ കമലേട്ടത്തിൽ ഞാൻ 10,000 രൂപ അടച്ചായിരുന്നു, ഇനി അത് അവർക്ക് കിട്ടിയല്ലോ, ഇനി എന്തിനാണ് അവർക്ക് ഇടാൻ ചാടുന്നതെന്നൊക്കെ നല്ല ചോദിക്കുകയാണ്. എന്തായാലും നീ പരാജയപ്പെട്ടു ബാലചന്ദ്രന് മുമ്പിൽ, ഇനി എന്താണ് അടുത്ത ഐഡിയ? ഞാൻ ഒരു ഐഡിയ മനസ്സ് കരുതി വെച്ചിട്ടുണ്ട്, ഞാൻ എങ്ങനെ അവളെ ഇല്ലാതാക്കും, അതായിരിക്കും ഇവിടെ നടക്കാൻ പോകുന്നതെന്നൊക്കെ വൈജയന്തി പറയുകയാണ്. എന്താണ് നിൻ്റെ ഉദ്ദേശം? ഇനി ചായയിൽ വിഷം ചേർത്ത് കൊടുക്കാനാണോ, അതേ കറണ്ട് അടുപ്പിച്ച് കൊല്ലാനോ, അതേ തലങ്ങണിയിട്ട് മുഖത്ത് ശ്വാസം മുട്ടിച്ച് കൊല്ലാനൊക്കെയാണോ നീ തീരുമാനിച്ചിരിക്കുന്നത്? അത്തരം മണ്ടത്തരങ്ങളൊന്നും ചെയ്യരുതേ എന്നൊക്കെ കമല പറയുകയാണ്. ഞാൻ അതൊന്നും ചെയ്യത്തില്ല, ഞാൻ എന്താ അത്ര ബുദ്ധിയില്ലാത്ത ആളാണോ എന്നൊക്കെ വൈജയന്തി ചോദിക്കുകയാണ്. എന്നിട്ട് വൈജയന്തി പറയുകയാണ്, എനിക്ക് ഇത്തിരി തിരക്കൊണ്ട് ഞാൻ വീട്ടിൽ വന്ന് കയറിയുള്ളൂ, കുറച്ച് കഴിഞ്ഞ് ഞാൻ കമലേട്ടത്തെ വിളിക്കാമെന്ന് പറഞ്ഞ് ഫോൺ കട്ട് ചെയ്യുകയാണ്. എന്നിട്ട് കമല
കമല മനസ്സിൽ പറയുകയാണ്, ഞാൻ അവൾക്ക് വേണ്ടിയിട്ടുള്ള 3 ഐഡിയകൾ പറഞ്ഞു കൊടുത്തിട്ടുണ്ട്, അവൾ ഇനി വേണമെങ്കിൽ ചെയ്യട്ടെ എന്ന് കമല മനസ്സിൽ ഇങ്ങനെ വിചാരിക്കുകയാണ്. അത് കഴിഞ്ഞ് വൈജയന്തി ഡോറ് തുറന്ന് അകത്തോട്ട് വരികയാണ്. അപ്പോൾ അവിടെ ബബിത ടി വിയൊക്കെ കണ്ടുകൊണ്ടിരിക്കുകയായിരിക്കും. അപ്പോൾ അലീന എവിടെയും ചോദിക്കുകയാണ്. അപ്പോൾ അലീന മുകളിലോട്ട് പോയിരിക്കുകയാണ്. എത്ര നേരം ആയിടിയെന്ന് ചോദിക്കുന്നു. അത് അരമണിക്കൂർ, ഏകദേശം ഒരു 3/4 മണിക്കൂറായിരിക്കും. ഇത്രയും നേരം എന്താണ് ചെയ്യുന്നത്, അവരവിടെ സംസാരിച്ചുകൊണ്ടിരിക്കുകയായിരിക്കും എന്നൊക്കെ ബബിത പറയുകയാണ്. നീ ഒന്ന് കയറി ചെല്ലാത്തത്, എനിക്ക് വയ്യ അച്ഛൻ്റെ വായിരിക്കണൊക്കെ കേൾക്കാനായിട്ട്, അമ്മ ഒന്ന് കയറിപ്പോയി എന്നെ ചാടിക്കടിക്കും, ഞാനും ഇല്ലെന്ന് പറയുകയാണ്. ഈശ്വര, എന്തൊരു ജീവിതമാണ് എൻ്റെ, ഈ ജീവിതം എവിടെ ചെന്ന് എത്തുമെന്ന് എനിക്കൊരു ഐഡിയ ഇല്ല എന്നൊക്കെ പറഞ്ഞ് വൈജയന്തി വളരെയധികം വിഷമിച്ചിരിക്കുകയാണ്. അത് കഴിഞ്ഞ് കാണിക്കുന്ന ബാലചന്ദ്രനും അലീനയായിട്ട് ഒരുപാട് കാര്യങ്ങളൊക്കെ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ബാലചന്ദ്രൻ പറയുകയാണ്, എനിക്ക് ബീഫ് കഴിക്കാൻ കൊതിയാവുന്നെന്ന് പറയുന്നു. അയ്യോ സാർ, ഇപ്പോൾ ബീഫ് കഴിക്കാൻ നല്ലതല്ല, കൊഴുപ്പുള്ള ഫുഡല്ലേ, അപ്പോൾ നമുക്ക് ഓർഡർ ചെയ്താലോ എന്നൊക്കെ ബാലചന്ദ്രൻ ചോദിക്കുകയാണ്. എന്തായാലും ഇപ്പോൾ തൽക്കാലം വേണ്ട സാറേ, കുറച്ച് ദിവസം കൂടെ കഴിയട്ടെ എന്ന് അലീന പറയുകയാണ്. എനിക്കിഷ്ടമുള്ള എൻ്റെ ജീവിതം നഷ്ടപ്പെട്ടു കഴിഞ്ഞിരിക്കുന്നു, ഇനി അതൊരിക്കലും കൂട്ടിച്ചേർക്കാൻ പറ്റത്തില്ല. പിന്നെ ഉള്ളതെന്ന് പറഞ്ഞാൽ ഇഷ്ടമുള്ള ആഹാരങ്ങളും പാനീയങ്ങളും കഴിക്കുക എന്നുള്ളതേ ഉള്ളൂ, അല്ലാതെ എൻ്റെ ജീവിതം കൊണ്ടൊന്നുമില്ല. ഞാനെന്ന് പറയുന്ന ഒരു ബിഗ് സീറോ ആണെന്ന് ബാലചന്ദ്രൻ പറയുകയാണ്. അപ്പോൾ സാർ എന്തിനാണ് അങ്ങനെയൊക്കെ പറയുന്നത്, സാറിന് ആരോഗ്യം വീണ്ടെടുത്താൽ ഇതെല്ലാം തിരിച്ച് നേടാവുന്നതല്ലേ ഉള്ളൂ എന്നൊക്കെ അലീന പറഞ്ഞ് ഓരോ കാര്യങ്ങൾ പറഞ്ഞ് ബാലചന്ദ്രനെ ഉപദേശിക്കുകയാണ്. ഇല്ല അലീന, എൻ്റെ ജീവിതം കൈവിട്ട് പോയിരിക്കുകയാണ്, എൻ്റെ ഭാര്യ എന്നെ പറ്റിക്കുന്നു, എൻ്റെ മക്കൾ പറ്റിക്കുന്നു, ഞാൻ ആത്മാർത്ഥമായിട്ട് സ്നേഹിക്കുന്ന എൻ്റെ ബന്ധുക്കൾ പറ്റിക്കുന്നു, എൻ്റെ മുമ്പിൽ നിൽക്കുന്ന നീ വരെ എന്നെ പറ്റിച്ചുകൊണ്ടിരിക്കുകയല്ലേ. അപ്പോൾ അലീന വിഷമത്തോട് പറഞ്ഞു, സാർ ഞാൻ എന്താണ് സാറിനെ പറ്റിച്ചുകൊണ്ടിരിക്കുന്നത്, ഞാൻ ഇവിടെ നിന്ന് ഇപ്പോൾ പോകണമെങ്കിൽ ഇപ്പോൾ വേണമെങ്കിൽ പോവാം, എനിക്ക് പൈസയുടെ ഒന്നും അതിയായ ആഗ്രഹമില്ലെന്നൊക്കെ അലീന പറയുകയാണ്. ഞാൻ അതൊന്നും അല്ല ഉദ്ദേശിച്ചതെന്ന് ബാലചന്ദ്രന് മറുപടി കൊടുക്കുകയാണ്. ഞാൻ ഇപ്പോൾ ഒരു ഹൃദ്രോഗി ആയിരിക്കുകയാണ്, ഏത് നിമിഷം എന്ത് വേണമെങ്കിലും സംഭവിക്കാം, എൻ്റെ ജീവിതം എല്ലാ അർത്ഥത്തിലും ഒരു പരാജയമായിരിക്കുകയാണ്. അപ്പോൾ ഇനി ഒരു മുന്നോട്ടുള്ള ജീവിതം എന്താണെന്ന് എനിക്കൊരു ഐഡിയ ഇല്ല, പോകുന്നവരെ പോട്ടെ, അങ്ങനെ ചിന്തിച്ച് മുന്നോട്ട് പോകാമെന്നൊക്കെ ബാലചന്ദ്രൻ പറയുകയാണ്. അപ്പോൾ ഇതോടുകൂടി ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ അവസാനിക്കുകയാണ്. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ വീഡിയോസൊക്കെ ഇഷ്ടമാണെങ്കിൽ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, അതോടൊപ്പം തന്നെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, നിങ്ങളുടെ വിലയേറെ അഭിപ്രായങ്ങളൊക്കെ അറിയിക്കുക. താങ്ക്